കേറുന്നില്ലേ? ഓ, നേരെ എത്രയായില്ല ടീച്ചർ? ബാലേട്ടൻ പോയിട്ട് ഒന്നിങ്ങോട്ട് വരണം. രാത്രിയിലെ ഭക്ഷണം ഞാൻ ഇവിടുന്ന് കൊടുത്തയക്കാം. ആയിക്കോട്ടെ. ആ, ഗായത്രി പോകുന്നു. 12 മണിയായി എത്തിയപ്പോ. പിന്നെ നാളെ ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. രാവിലെ കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഈ ജോലി വേണ്ടെന്ന് വെച്ചോന്ന്. ശരി, എന്നാ ഞാൻ. ഓ ആശാനെ, ഈ കാണുന്നതല്ല ലാലിന്റെ? 10 മാസം വയറ്റിലെ കൊച്ചുമുറിയിൽ എന്നെ കിടത്തി ഉറക്കിയതിന് ഒരു മഹാമനസ്കൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാടകയാണ് ഈ കാണുന്നതെല്ലാം. ആശാനെ, വളരെ സിമ്പിൾ ആയിട്ടാണ് താൻ ഒരു വലിയ നഷ്ടത്തെ പറ്റി പറഞ്ഞത്. യാതൊരു ഫീലിങ്സും ഇല്ലാതെ. എന്ത് ഫീലിങ്സ് ആടോ? ചുടുകാട്ടിലെ പൊറുതിക്കാരന് മരണത്തിലും ഉദകക്രിയയിലും ഫീലിങ്സ് ഉണ്ടോ? അത് തന്നെ എന്റെയും ഗതി. ആദ്യം കിട്ടിയ കളിക്കോപ്പുകളാ ഫീലിങ്സ്. കളിച്ചു മതിയായപ്പോ മനസ്സിലെ ചില്ലിട്ട അലമാരയ്ക്കുള്ളിൽ ഒതുക്കി പൂട്ടി. ഇപ്പൊ ഫീലിങ്സ് ചില്ലലമാരയ്ക്കുള്ളിൽ ഭദ്രം. എനിക്ക് ഈ പുൽമേട്ടിൽ വന്നും പോയിരിക്കുന്ന വെളിച്ചപ്പാത്തികളിൽ സുഖ ഉറക്കം. ആശാനെ, അതിര് കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകതാ അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ഈറ്റില്ല തറയില് പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകതാ. ആശാനെ, ആ, ജീവതാളത്തിന്റെ ഒരു കവിത ഇവിടുന്ന് കിട്ടി. അതിര് കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ തകതകതാ. ബുദ്ധിമുട്ടാ ജീവതാളം. ഇനി മരണത്തിന്റെ താളമുണ്ട്, ശവതാളം. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും തണ്ടിലേറ്റിയ ശവത്തിന് ഒരു താള. ദിം 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 ദിം. ആശാനെ, ഇത് ജീവൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. തൽക്കാലം എനിക്കതില്ല സന്തോഷം. പുറംചട്ടയുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് സാവകാശം പരിചയപ്പെടാം. ആയിടോ, എനിക്ക് വിശക്കുന്നു. കൈ കാശില്ലായിരുന്നു, തന്നോട് ചോദിക്കാനും മറന്നുപോയി. ഒരു 10 രൂപ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരുത്തിയപ്പോരെ? പോരാ, ഭക്ഷണം അനുഭവിക്കണമെങ്കിൽ അവിടെ ചെല്ലണം. ഭക്ഷണമല്ല, അതിര് കാക്കും മലയൊന്നു തൊടുത്തേ തൊടുത്തേ. ഒരു പ്രത്യേക കക്ഷിയല്ലേ? പ്രത്യേകതകളേ ഉള്ളൂ. ചിലപ്പോ തോന്നും ഒരു വലിയ മനുഷ്യനാണെന്ന്, ചിലപ്പോ തോന്നും മഹാകള്ളനാണെന്ന്. ഇന്നേക്ക് 5-ാം ദിവസം ചക്കരയെ തൂക്കിലേറ്റും കാലൻ. അത്തിന്തു 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 തെയ്യത്തിനെന്തോ അത്തിന്തു അത്തിന്തു തെയ്യത്തിനെന്തോ അത്തിന്തു തെയ്യത്തിനെന്തോ അത്തിന്തു തെയ്യത്തിനെന്തോ അത്തിന്തു തെയ്യത്തിനെന്തോ അത്തിന്തു അയ്യ उन्होंने आपके हाथ में आपकी तस्वीर देखी, उसके सामने लोगों के बारे में आपसे शिकायत की। मैंने कहा देखो देखो मेम साहब, ये लोग मुझे आपसे मिलने नहीं देते। मैं यतीम हूँ, गरीब हूँ, तो ये कोई जुर्म है, कोई गुनाह है? बस उसी समय उन्होंने मुझे पकड़ लिया और चोर समझ लिया। मैं चोर नहीं हूँ मेम साहब, मैं चोर नहीं हूँ। നീ പോയിക്കോ, ഞാനിവിടെ കിടന്നോളാം. വീട്ടിലെ ജനലും വാതിലൊക്കെ അടച്ചേക്കണേ. ലാൽ, വളരെ സിമ്പിൾ ആയിട്ടാണ് താനൊരു വലിയ നഷ്ടത്തെ പറ്റി പറഞ്ഞത്. യാതൊരു ഫീലിങ്സും ഇല്ലാതെ. 10 മാസം വയറ്റിലെ കൊച്ചുമുറിയിൽ എന്നെ കിടത്തി ഉറക്കിയതിന് ഒരു മഹാമനസ്കൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാടകയാണ് ഈ കാണുന്നതെല്ലാം. മോനെ മോനെ മോനെ
മോനെ പൊന്നു മോനെ മോനെ ഇവിടെ വന്ന് നിൽക്ക. എന്താ പറയാതെ പോന്നത്? എന്താ മോനെ? മോന്റെ അമ്മയല്ലേ ഇത്? അല്ലേ? ഞാൻ മോന്റെ അമ്മയല്ലേ? ഈ വെളിച്ചം മോന്റെ അമ്മയല്ലേ? എത്ര അമ്മമാരാ മോന്? ആ, കരഞ്ഞാൽ അമ്മമാർ മിണ്ടത്തില്ല. കുഞ്ഞുങ്ങൾ കരഞ്ഞാലേ അമ്മമാർക്ക് ഇഷ്ടമല്ല. മോനിനി കരയുവോ? മിടുക്കൻ. മോൻ കരയാതിരുന്നാലേ അമ്മമാർ ഒരുപാട് കളിപ്പാട്ടം കൊണ്ടുതരും. മോന് എന്ത് കളിപ്പാട്ടാ വേണ്ടേ? Children, go to sleep. നല്ല ഉറക്കമാണെങ്കിൽ ലാലുമോൻ നാക്ക് നീട്ടും. ഉറങ്ങിക്കോളൂ. ഇതാണ് ജ്യോതി, നമ്മുടെ സിംഗപ്പൂർ അനിയത്തി. ജീവന്റെ ഓഹോ എന്ന് ഇതൊരു മെനക്കെട്ട ഏർപ്പാടാണല്ലോ. അച്ഛൻ ഇവിടെ വന്നിരുന്നാട്ടെ. അവിടെ വന്നിരുന്ന തിരുമേനി വരുമ്പോ എഴുന്നേക്കണ്ടായോ? അതിഭേദം ദ്വാരപാലകളായിട്ട് ഇവിടെ കുന്തം പിടിച്ച് നിന്ന് കളയാവുന്നവര്. എന്നാ പിന്നെ കുന്തത്തിനേക്കാൾ ഭേദം ഗതയാ. രൂപത്തിനും സ്ഥായിയായ ഭാവത്തിനും ചേരും. കുട്ടനാടാ എന്റെ നാക്കും വളയും. വളച്ചാ നൂർത്ത് മടക്കി കൈ തരും. അതിന് ഇച്ചിരി കൂടെ വലിയ ലോഹയിട്ട ആള് ഇച്ചിരി കൂടെ വലിയ ലോഹയിട്ട പ്രിൻസിപ്പൾ അച്ഛൻ വരുന്നുണ്ട്. എന്തോന്ന് വെച്ചോ രാവിലെ കൊച്ചനുമായിട്ട്? ഒന്നുമില്ല ഉറപ്പ് സാർ, പതിവുള്ളത് തന്നെ. ഒരുമാതിരി ചൊറിഞ്ഞ വർത്തമാനം. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം, അച്ഛൻ വരുന്നുണ്ട്. അച്ഛന് മധുരം ഇല്ലാത്തത്. ലീലാമ്മ കൂട്ടിയ ചായ ആവുമ്പോ മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതാവും. രാവിലെ സൂചിപ്പിക്കില്ലേ അച്ഛോ? പറഞ്ഞത് തന്നെ, പറഞ്ഞത് വരട്ടെ. ഇന്നലെ കൂടാൻ പറ്റിയില്ല. ഇന്നലെ പിള്ളേരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പോയതിലെന്താ തെറ്റ്? ഒരു നല്ല വേദിയായിരുന്നു. കുറുപ്പ് സാർ അതിനെ പറ്റിയിട്ടും കേട്ടോ? ഞാൻ കേട്ടു. SFIയും KSUയും ABVPയും എല്ലാം കൂടെ ഒരേ വേദിയിൽ കൊള്ളാവുന്ന ഒരു സംരംഭമാണ്. എന്ത് കൊള്ളാമെന്ന്? അല്ലച്ചോ, അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാന്ന് വെച്ചാൽ അത് ഇന്നലെയല്ലേ. ഇപ്പോഴെന്താണെന്ന് ആർക്കറിയാം? നാളെ എന്താകുമെന്ന് ആർക്കറിയാം? എനിക്കറിയാം. ഇപ്പോഴവർ അതുപോലെ തന്നെ ഉണ്ട് ഈ കോളേജിൽ. നാളെയും അവരൊരുമിച്ച് തന്നെ നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ലച്ചോ. കോളേജിൽ രാഷ്ട്രീയ പാർട്ടികൾ ബാൻ ചെയ്യണം. കോളേജിന് വെളിയിലാകാമെന്നാണോ അച്ചോ? കുട്ടനാടൻ കൂടുതൽ തത്വമൊന്നും പറയണ്ട. ഹോസ്റ്റൽ നടത്തിപ്പിനെ പറ്റിയുള്ള സർവ്വ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് കിട്ടി? അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്നൊന്നായിട്ട് വിളിച്ചു പറയും പച്ചയ്ക്ക്. എന്തോന്ന് വിളിച്ചു പറയാനാച്ചോ? അച്ഛൻ എവിടെ ഇരിക്കച്ചോ? നാണക്കേടാണല്ലോ ഇത്. പിള്ളേരെ വയ്ക്കാൻ എന്ത് എളുപ്പമോ എന്റെ കർത്താവേ. ഞാൻ തുറന്നു പറയാച്ചോ, ഈ കോളേജിന്റെ ഡിസിപ്ലിൻ തന്നെ തകർന്നിരിക്കുക. ചാറാച്ചൻ എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ഒരു കോളേജ് എങ്ങനെ നടത്തണമെന്ന്. എന്നാ പിന്നെ സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. ആര് സംസാരിച്ചെന്നാ? അച്ഛനല്ലാതെ. ഓട്ടച്ചോ, അതൊരു പ്രശ്നമാക്കണ്ട. അല്ല സാറേ, എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഈ ചാറാച്ചറയ്ക്ക് ഒരു മുടന്ന് ന്യായമുണ്ട്. ഞാൻ പറയുന്നത് മുടന്ത ന്യായമാണെന്ന് തോന്നുന്നത് ആ കസേരയിൽ ഇരിക്കുന്നുണ്ടാ. എന്നാ അച്ഛനും എടുത്തോ ഈ കസേര. ആ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ അവിടെ ഇരുന്നേനെ. ഞാനാണല്ലോ സീനിയർ. എന്നാ അച്ഛന്റെ കാര്യം ചെയ്യും. അച്ഛനാ സീനിയർ നെറ്റിയിലൂടെ തൊട്ടിട്ട് ആ ടവർ ക്ലോക്കിന് മുകളിൽ കയറുന്നില്ലേ? എന്നാലേ കാണൂ. അല്ല, അച്ഛൻ പോവാണോ?
അയ്യേ അത് പതിവുള്ളതല്ലേ സാറേ? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അപ്പോ നമുക്ക് ബാക്കി നാളെ സംസാരിക്കാം. ഇന്നൊന്നും സംസാരിച്ചില്ല അല്ലേ? ഫാദർ, നമ്മുടെ ക്യാൻറ്റീന്റെ കാര്യം ഒന്ന് തീരുമാനിക്കണം. തീരുമാനിക്കാനൊന്നുമില്ല ടീച്ചറെ. ടീച്ചർ അതുമായിട്ട് മുന്നോട്ട് പോയാട്ടെ. നമ്മുടെ ഹോം സയൻസിലെ കുട്ടികളെ കൊണ്ട് ഒരു കാന്റീൻ നടത്തിക്കാവുന്ന ടീച്ചർ പറയുന്നത്. നല്ല കാര്യമാണ്. ഒരു വരുമാനവുമാകും. നാളെ നമുക്ക് നേരത്തെ തുടങ്ങാം. എനിക്കൊരു 2 വാക്ക് സംസാരിക്കണം. PT ഉഷയെ പറ്റിയല്ലേ? നമുക്ക് സാവകാശമായിട്ട് സംസാരിക്കാം. പ്ലീസ് ഡോണ്ട് ലാഫ് പ്ലീസ്. ഇവിടെ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ.